നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മാന്തി എന്ന ഗ്രഹത്തെക്കുറിച്ചാണ്. മാന്തി എന്ന ഗ്രഹത്തെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. മാന്തി അല്ലെങ്കിൽ ഗുളികൻ എന്നാണ് ഈ ഗ്രഹത്തെ വിശേഷിപ്പിക്കുന്നത്. ഈ മാന്തി എന്ന ഗ്രഹം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്. മാന്തിയെ ജ്യോതിഷത്തിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിലെ ജ്യോതിഷത്തിലാണ് മാന്തി എന്ന ഗ്രഹത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വന്നിട്ടുള്ളത്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മാന്തിയെ നമ്മൾ ഗ്രഹനിലയിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പം മാന്തി എന്ന ഗ്രഹത്തെക്കുറിച്ച് നമുക്കിന്ന് നോക്കാം. എന്താണ് മാന്തി, എന്താണ് അതിൻ്റെ റേഡിയേഷൻ കാര്യങ്ങളെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ മാന്തി എന്ന് പറയുമ്പോൾ അതിന് ഒരു എന്താ പറയുക, ആ വാക്കുണ്ടല്ലോ മാന്തി, അല്ല മാ എന്ന് പറഞ്ഞു വെച്ചാൽ മായ, അല്ല മായാവി, മായക്കാഴ്ച ഒക്കെ ആ വാക്കുകൊണ്ട് നമുക്ക് അർത്ഥമാകും. അപ്പം മായ അല്ലെങ്കിൽ എന്താ പറയുക, മായ എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ കഴിവിനേക്കാൾ അതീതമായ, അങ്ങനെയും പറയാം മായ. അല്ലെങ്കിൽ ഇല്ലാത്തതുണ്ട് എന്ന് കാണുന്നതും മായയാണ്. ആ മായ അല്ലെങ്കിൽ എന്ന വാക്ക് മാന്തി എന്ന ഗ്രഹത്തിന് വരാൻ ഒരു കാരണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ മാന്തി എന്ന ഗ്രഹം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു അമാനുഷികത, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മായാവി, ഇതൊക്കെയാണ് മാന്തിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ മാന്തി ഗ്രഹം നമ്മുടെ ഗ്രഹനിലയിൽ ഏതെങ്കിലും ഒരു കള്ളിയിലുണ്ടായിരിക്കും. അപ്പം ഈ മാന്തി ഗ്രഹം ഏത് കള്ളിയിലാണോ ഇരിക്കുന്നത്, അതായത് ഏത് ഭാവത്തിലാണോ ഇരിക്കുന്നത്, ആ ഭാവവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു മായ അല്ലെങ്കിൽ ഒരു അമാനുഷികത കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ആ ഭാവവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പ്രോബ്ലം ഉണ്ടായിരിക്കും. അപ്പം മാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലതും തരും ചീത്തയും തരും. അത് നമ്മുടെ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെ മാന്തിയുടെ റേഡിയേഷൻ വർക്ക് ചെയ്യുന്നു എന്നനുസരിച്ചായിരിക്കും. മാന്തി ചില ഗ്രഹനിലക്കാർക്ക് എന്ത് തരും, പ്രോബ്ലംസ് തരും. മാന്തി പ്രോബ്ലംസ് തരുന്നൊരു ഗ്രഹം കൂടിയാണ്. അപ്പം മാന്തി ഇരിക്കുന്ന ഭാവം നമ്മൾ ശ്രദ്ധിക്കുകയും കൂടി വേണം. എന്നാൽ ചിലർക്കോ മാന്തി മറ്റാർക്കും ഇല്ലാത്ത ഒരു അമാനുഷിക കഴിവും കൊടുക്കും. അപ്പം മാന്തിക്ക് അങ്ങനെ രണ്ട് കാര്യങ്ങൾ തരാനുള്ള കഴിവുണ്ട്. അത് നമ്മുടെ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ടും മാന്തി നമുക്ക് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുക. അപ്പം മാന്തി എന്ന ഗ്രഹത്തിന് നമ്മുടെ കേരളത്തിൽ അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ മാന്തി എന്നത് ആത്മീയതയെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ്. മാന്തി ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത്, ആ ഭാവവുമായി ബന്ധപ്പെട്ടും ആ ഭാവത്തിൻ്റെ കാരകവുമായി ബന്ധപ്പെട്ടും നമുക്ക് ഒരു ആത്മീയ കണക്ഷൻ ഉണ്ടായിരിക്കും നമുക്ക് എല്ലാവർക്കും. അതല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, ആ മാന്തിയുമായി ബന്ധപ്പെട്ട് ഒരു എന്താ പറയുക, ഒരു പ്രോബ്ലം, അതൊരു ആത്മഹത്യ പോലെ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പ്രശ്നം പോലെ, അല്ലെങ്കിൽ ആത്മീയത തന്നെ നമുക്ക് പ്രോബ്ലമായിട്ട് വരാം. അങ്ങനെ മാന്തി ഒരു പ്രോബ്ലം നമുക്ക് തരാൻ സാധ്യതയുണ്ട്. അപ്പം മാന്തിക്ക് രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. മാന്തി നല്ല രീതിയിൽ വർക്ക് ചെയ്യും, മോശം രീതിയിൽ വർക്ക് ചെയ്യും. ഈ മാന്തിനെ നമുക്ക് പോസിറ്റീവാക്കി എടുക്കാം. പ്രശ്നങ്ങളുള്ള ജാതകത്തിൽ നമുക്ക് മാന്തിനെ പോസിറ്റീവാക്കി കഴിഞ്ഞാൽ ആ മാന്തി നമുക്ക് പോസിറ്റീവ് കാര്യങ്ങൾ തരുകയും ചെയ്യും. അപ്പോൾ മാന്തി എന്ന് പറയുന്നത് നമ്മളിന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ഗ്രഹമാണ്. അതുപോലെ ഗോചരം എടുക്കുമ്പോഴും മാന്തിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കാറുണ്ട്. നമ്മുടെ എം തിയറിയിൽ നമ്മൾ മാന്തിക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ട്. ഗോചരത്തിൽ മാന്തി എവിടെ നിൽക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം അവിടെ ഉണ്ടായിരിക്കും. ആ ഗോചരം എടുക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ വരുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് മാന്തി നിൽക്കുന്ന ആ കള്ളിയും ആ ഭാവവുമായി ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ആ വ്യക്തി വന്നിട്ടുള്ള പ്രശ്നം എന്താണെന്ന് ചിന്തിക്കാൻ നമുക്ക് മാന്തിനെ എടുത്ത് പറയാൻ പറ്റും. അപ്പോൾ മാന്തിക്ക് അത്രയും പ്രാധാന്യം വരുന്നുണ്ട്. അപ്പോൾ മാന്തി ഗോചരത്തിലാണെങ്കിലും ഗ്രഹനിലയിലാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് മാന്തി. അപ്പം മാന്തിനെ കുറിച്ച് ഒരു ചുരുക്ക വിവരണമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാന്തിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. നമ്മുടെ എന്താ പറയുക, നമുക്ക് നമ്മുടെ ലൈഫിലൊരു മാർക്കിട്ട് തരുന്നൊരു ഗ്രഹമാണ് മാന്തി. ഒരു മാർക്കിങ് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടും ജീവിതവുമായി ബന്ധപ്പെട്ടും ഒരു മാർക്കിങ് മാന്തി തരും. അത്രയും പവർഫുള്ളാണ് മാന്തി. മാന്തിക്ക് അത്രയും കഴിവുണ്ട്. മാന്തിയെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. പക്ഷേ ഇതൊന്നും ലൈറ്റായിട്ട് എടുക്കുന്നൊരു വീഡിയോ ആണ്. അധികം ദീർഘിപ്പിച്ച് പറയുന്നില്ല. നിങ്ങൾക്ക് എന്താ പറയുക, ഒരു അവബോധം, അതായത് മാന്തി എന്താണെന്നും മാന്തിനെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും
ഒന്ന് പറയുന്ന ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുന്നൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പം മാന്തി എന്ന് പറയുന്നത് ഒരു മായാവിയെ പോലെ, ഒരു മായ കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു അമാനുഷികത, അതായത് വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഒരു വ്യക്തിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് മാന്തി എന്ന ഗ്രഹത്തിൻ്റെ റേഡിയേഷൻ ഉണ്ടായിരിക്കും അവർക്ക്. ഏതെങ്കിലും ഒരു രീതിയിൽ മാന്തിയുടെ കണക്ഷൻ അവർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ മാന്തിക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ആ മാന്തി ഏത് ഭാവത്തിൽ നിൽക്കുന്നു, ഏത് ഗ്രഹത്തിന് കൂടെ നിൽക്കുന്നു എന്നൊക്കെ വെച്ച് നമുക്കത് എവിടെയാണ് നമുക്ക് ആ അമാനുഷികത വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ പ്രോബ്ലം എവിടെയാണ് നമുക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും ഗ്രഹനിലയിൽ നിന്ന്. അതുപോലെ ഗോചരത്തിലും മാന്തിക്ക് പ്രാധാന്യമുണ്ട്. അങ്ങനെ മാന്തിക്ക് ഒരുപാട് പ്രത്യേകതകളുള്ളൊരു ഗ്രഹമാണ് മാന്തി. മാന്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ്. മാന്തിയെക്കുറിച്ച് പറയുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ മാന്തി കുറച്ച് പ്രശ്നക്കാരനാണ് എന്നാണ് പൊതുവെ നമ്മൾ പറയാറ്, നമ്മുടെ എം തിയറിയിൽ പറയാറ്. അപ്പോൾ മാന്തിനെ ഒരു കുറച്ച് എന്താ പറയുക, ഒരു ജാഗ്രതയോടെ എന്ന് പറയില്ലേ നമ്മൾ, ഇരുതല മൂർച്ചുള്ള വാൾ എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതുപോലെ ഇരുതല മൂർച്ചുള്ള ഒരു വാളാണ്. അത് നല്ലതിനും ഉപയോഗിക്കാം, മോശമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ രണ്ട് രീതിയിലും മാന്തിന് ഉപയോഗിക്കാൻ പറ്റും. അത്രയും പവർഫുള്ളാണ് മാന്തി, അപ്പം അത്രയും എഫക്റ്റീവാണ്. അപ്പം മാന്തിക്ക് എന്താ പറയുക, ആത്മീയതയായിട്ടൊരു കണക്ഷനുണ്ട്. അതുപോലെ പ്രോബ്ലംസ് ഉണ്ടാക്കാനും, അതുപോലെ മരണം എന്നൊരു കാര്യം എടുക്കുമ്പോൾ മാന്തിയുടെ ഒരു കണക്ഷൻ അവിടെ ഉണ്ടായിരിക്കും. മരണം സംഭവിക്കുന്ന മാന്തിയുമായി കണക്റ്റഡ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെയും മാന്തി, അതുപോലെ ജനനവുമായി ബന്ധപ്പെട്ടും മാന്തിക്ക് കണക്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ രണ്ട് രീതിയിൽ മാന്തി, ജനനവും മരണവും മാന്തിയുടെ റേഡിയേഷനിലാണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഏറ്റവും സ്പീഡിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളിൽ ഒന്നാണ് മാന്തി. സ്പീഡ് സഞ്ചരിക്കുന്ന ഗ്രഹമാണ് മാന്തി. പകലൊരു രാശിയിലാണ് ഉദിച്ച് നിൽക്കുന്നതെങ്കിൽ രാത്രി വേറൊരു രാശിയിലായിരിക്കും ഉദിച്ച് നിൽക്കുക. അങ്ങനെ മാറി മാറി ഉദിച്ച് നിൽക്കും. അതുപോലെ മാന്തിയുടെ സഞ്ചാരം ഒരേപോലെ ആയിരിക്കില്ല, വ്യത്യസ്തതയുണ്ട്. അങ്ങനെ പലതരം വ്യത്യസ്തതകളുള്ള ഒരു ഗ്രഹമാണ് മാന്തി. അതുകൊണ്ടാണ് ആ മാന്തിക്ക് അമാനുഷികത എന്നൊരു കാര്യം കൂടി വരുന്നത്. അമാനുഷികത എന്നെന്താ, ഒരു വ്യത്യസ്തത തന്നെയാണല്ലേ. വേറെ മറ്റാർക്കും ഇല്ലാത്ത ഒരു വ്യത്യസ്തമായ കാര്യമാണ് അമാനുഷികത. അപ്പോൾ ആ ഒരു അമാനുഷികത കാഴ്ചവെക്കുന്നത് മാന്തി എന്ന ഗ്രഹമാണ്. അതുപോലെ ചിലരിൽ വർക്ക് ചെയ്യുന്ന സൈക്കിക് എബിലിറ്റി അല്ലേ, സൈക്കിക് എബിലിറ്റി അത് മാന്തിയുടെ റേഡിയേഷനാണ്. സൈക്കിക് എബിലിറ്റി എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ കാണാൻ പറ്റില്ല. അതായത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ചില സംഭവങ്ങൾ ചിലർ ഇങ്ങനെ പറയും, അവരിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറയുന്നതായിരിക്കും, പക്ഷെ അത് അതുപോലെ സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെ മാന്തിയുടെ റേഡിയേഷൻ ഉള്ളതാണ്. അതുപോലെ പൂജ ചെയ്യുക, മാന്ത്രിക കാര്യങ്ങൾ, താന്ത്രികം, അതുപോലെ ദൈവികപരമായിട്ടുള്ള കാര്യങ്ങൾ, മരണകാര്യങ്ങൾ, ഇതെല്ലാം മാന്തിയുടെ റേഡിയേഷനിൽ പെടുന്ന കാര്യങ്ങളാണ്. ഇതിലൊക്കെ മാന്തിയുടെ റേഡിയേഷൻ വരുന്നുണ്ട്. അതുപോലെ അപകടങ്ങൾ സംഭവിക്കുന്നത് മാന്തിയുടെ റേഡിയേഷൻ വരുന്നുണ്ട്. അങ്ങനെ മാന്തിക്ക് ഒരുപാട് പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ മാന്തിയാണ് പെട്ടെന്ന് സംഭവിക്കുന്നത്. നമ്മുടെ ചിന്തയിൽ വരാത്ത സംഭവിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം മാന്തിയുടെ റേഡിയേഷനായിട്ട് ബന്ധപ്പെട്ട. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാന്തിനെ കുറിച്ച് പറയാണ്ട് തൽക്കാലം ചെറിയൊരു വിവരണം നിങ്ങൾക്ക് തന്നിട്ട് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.